സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം. സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലോക്യരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലോക്യരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീപുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ ഇവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തോലായിൽ വെച്ച് അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. 2,00,000 കാലാൾപ്പടയും യൂദാഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലോക്യരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലോക്യരോടൊപ്പം നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിക്കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലോക്യരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹാവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ളവരെയെല്ലാം അമലോക്യരെയെല്ലാം സംഹരിച്ചു. അമലോക്യരുടെ രാജാവായ ആഗാറിനെ അവൻ ജീവനോടെ പിടിച്ചു, ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും ആഗാറിനെയും ആടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയും ഉത്തമമായവയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസ്സാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവേലിനോട് അരുളിച്ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്നു. സാമുവേൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിനു മുമ്പേ കാണുവാൻ സാവൂൾ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമെലിലെത്തി തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാത്തിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവേലിന് അറിവ് കിട്ടി. അവൻ സാവൂളിൻ്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനെ അനുഗ്രഹീതനാവട്ടെ. ഞാൻ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ പറഞ്ഞു, എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാൽടകളുടെ മുക്രയിടിയിലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, ജനം അമലോക്യരിൽ നിന്ന് കൊണ്ടുവന്നവയാണിവ. എൻ്റെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കുവാൻ അവർ ആടുകളെയും കാളകളിൽ നിന്ന് നല്ലതും സൂക്ഷിച്ചു. ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്. സാമുവേൽ പറഞ്ഞു, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞത് എന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും. സാവൂൾ പ്രതിവചിച്ചു. സാമുവേൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരമെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചു കൊണ്ടുപോയി. പാപികളായ അമലോക്യരെയെല്ലാം നശിപ്പിക്കുക. അവർ നശിപ്പിക്കുന്നവരെ അവരോട് പൊരുതുക എന്ന് നിന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നതിന് കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവ് അനിഷ്ടത്തിന് ചെയ്തത് എന്താണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി. അമലോക്യ രാജാവായ ആഗാറിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. അമലോക്യരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട ഉള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുകളെ നിന്റെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കുവാൻ ജനം ഗിലാദിൽ നിന്ന് കൊണ്ടുവന്നു. സാമുവേൽ പറഞ്ഞു, ഈ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം, മന്ത്രവാദം പാപമാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സൗൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കുകൾ അനുസരിച്ചു. കർത്താവിൻ്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു. അതിനാൽ എൻ്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോട് കൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാമുവേൽ പറഞ്ഞു, ഞാൻ നിന്നോട് വരില്ല.
നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ മടങ്ങിപ്പോകാൻ തിരഞ്ഞെടുത്തപ്പോൾ സാവൂൾ തൻ്റെ മേലങ്കിയുടെ വിളിമ്പിൽ പിടിച്ചു നിർത്തി. അത് കീറിപ്പോയി. സാമുവേൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വത്തിൽ കള്ളം പറയുന്നതോ അനുതപിക്കുന്നതോ അല്ല. അനുതാപത്തിൽ അനുതപിക്കുവാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. സൗൽ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലിൻ്റെയും മുമ്പിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ എന്നോടൊപ്പം വരണമേ. സാമുവേൽ അവനോട് കൂടെ പോയി. സൗൽ കർത്താവിനെ ആരാധിച്ചു. അനന്തരം സാമുവേൽ കൽപ്പിച്ചു, അമലോക്യരുടെ രാജാവായ ആഗാറിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആഗാർ സന്തുഷ്ടനായി അവൻ്റെ അടുക്കൽ വന്നു. മരണം ഒഴിഞ്ഞുപോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവേൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതരാക്കുന്ന പോലെ നിന്നെയും അമ്മയും സന്താനരഹിതരാകട്ടെ. അനന്തരം സാമുവേൽ ഗിലാദിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ആഗാറിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അവൻ റാമായിലേക്ക് പോയി. സാവൂൾ ഗിബാദിലുള്ള തൻ്റെ വീട്ടിലേക്കും. സാമുവേൽ പിന്നീട് ഒരിക്കലും സാവൂളിനെ കണ്ടിട്ടില്ല. അവനെ ഓർത്ത് സാമുവേൽ ദുഃഖിച്ചു. സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.